2 മണിക്കൂർ പറഞ്ഞല്ലോ. ഞാനോ വെറുതെ ഹൈലൈറ്റ്സ് കണ്ടപ്പോ തന്നെ ആൾമോസ്റ്റ് 1 മണിക്കൂർ പോയി പ്രീമിയറിലേക്ക്. അതിന്റെ ഇടയിൽ അത് വേറെ ഹരി പറഞ്ഞു. ഗുരുവായൂര് വെച്ച് താലി കെട്ടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നടന്നു. പക്ഷെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞു എന്നൊരു ഫീലൊന്നും തോന്നിയിട്ടില്ല. റിയലൈസേഷൻ എത്തിയാണ്. നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്ന പോലെ അങ്ങ് നടക്കുകയാണ്. എന്നിട്ട് കുറച്ചേരം കൂടെ അയ്യോ ഹി വാസ് വിത്ത് മീ, നമുക്ക് ഒരുമിച്ചല്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ്ടെന്നൊക്കെ മറന്നുപോയിട്ട് പിന്നെ തിരിച്ചൊന്ന് അമ്പലനടയിൽ താലി കെട്ടിയത് വാസ് എ ഡിവൈൻ മൊമെന്റ്. അത് ഭയങ്കര ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനുണ്ട് എണീറ്റാണോ ഞാൻ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എണീറ്റിക്കുന്നു ഇവിടെ ഉണ്ട് ആർക്കെങ്കിലും ഉണ്ട്. മാഡ്നസ് ആണ്. 350 കല്യാണത്തിന്റെ മേലുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഒരു ദൈവാനുഗ്രഹം മൂലം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമുക്കായിട്ട് ആരോ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതര ഒരു എനർജി കയറുന്ന ഒരു മൊമെന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെന്റ് ഓൺവേർഡ്സ് ഇറ്റ് വാസ് റെഗുലർ ബാക്ക് ടു ഫ്രണ്ട്ഷിപ്പ് മോഡാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഫ്രണ്ട്സ്, ഫാമിലി, ദെൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. ബട്ട് യാ, ഓവറോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവ്മെന്റ്. He's a nice guy. Satyam, she deserves someone like that in her life because she is a gem and he's also. അപ്പം അത്രയും നല്ലൊരു പാർട്ട്ണറിന് അവളുടെ ലൈഫിൽ കിട്ടിയാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ എം സോ ഹാപ്പി. ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ഹാവിംഗ് ബോത്ത് ഓഫ് ദം ഇൻ മൈ ലൈഫ്. അവൾ എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ അടുത്ത് ഇപ്പം പ്രവീണും. ആൻഡ് ഐ എം സോ ഹാപ്പി. ഐ എം വിഷിംഗ് ദം ഓൾ ദി വെരി ബെസ്റ്റ്. വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഹൗ ഹാപ്പി ഐ എം നൗ. സോ ഹാപ്പി ഫോർ ദം. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ മൊമെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുക ചിലപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ട് റിയലൈസ് ചെയ്തായിരുന്നു വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ, എന്തായിരിക്കും അവളുടെ മൈൻഡിലെന്ന്. ആള് വെർജ് ഓഫ് കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ കംഫർട്ട് ചെയ്യാനുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഐ തിങ്ക് മോർ ദാൻ താലികെട്ടൽ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു മൊമെന്റ്. ആക്ച്വലി ഇറ്റ് വാസ് മൈ അൺഫർഗറ്റബിൾ മൊമെന്റ് ഐ വുഡ് സേ.